നിക്ക് നീ ചെല്ല്. ആര് വരാനാ? മന്ദാകിനി ചേട്ടത്തി വല്ലതും ആയിരിക്കും. ചെന്ന് തുറക്ക്. ആരാണെന്ന് നോക്ക്. ആരാ വാതിൽ തട്ടിയത്? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. മന്ദാകിനി ചേട്ടത്തി സമയം ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ടേ വാതിലിന് തട്ടിയിട്ട് പോയതായിരിക്കും. എന്തായാലും നമുക്ക് കണി കാണാൻ ഇറങ്ങാം. ആരവനെ വിളിക്കണ്ടേ? അവനെ കണി കാണിക്കണ്ടേ? ആരവേ, ഞാൻ റെഡി. നമ്മൾ ഇവനെ കണി കാണിപ്പിച്ച് കൈനീട്ടം വാങ്ങി കൊടുക്കാനാ കൊണ്ടുപോകുന്നേ. എല്ലാവരും വളരെ സൂക്ഷിക്കണം. എന്നെ ആരെങ്കിലും കണ്ടുപിടിക്കൂ? നിന്നെ ആരും കണ്ടുപിടിക്കില്ല. ഞങ്ങൾക്കിടയില് ആരും നിന്നെ കാണില്ല. വാ പോവാ. നീ നിക്ക്. എവിടെ പോവാ ഇവൻ? ഇപ്പൊ പൊട്ടും. 1 2 3 പൊട്ടിയിട്ടുണ്ടാവും. പടക്കം പൊട്ടുന്നതിന് വലിയ ശബ്ദം കേൾക്കില്ലെന്ന് അയാള് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ 5 സുന്ദരികളുടെ പേടിച്ച നിലവിളി കേൾക്കേണ്ടതല്ലേ? ഞാനും അതാണ് ഓർത്തത്. അവരോട് ഒരു കൂട്ട നിലവിളി പ്രതീക്ഷിതാണ്. അവര് വാതില് തുറന്നില്ലേ? പടക്കം പൊട്ടാതെ പോയോ? ഹേ, അങ്ങനെ വരാൻ സാധ്യതയില്ല. പടക്കത്തിന് തീ കൊളുത്തിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് പോന്നേ. അപ്പൊ ഉറപ്പായിട്ടും പടക്കം പൊട്ടിയിട്ടുണ്ടാവും. അധികം ശബ്ദമില്ലാതെ പൊട്ടുന്നവയാണല്ലോ ഇപ്പോഴത്തെ പടക്കങ്ങള്. അലീനെ, അവർക്ക് നമ്മൾ വെച്ച കണി നനഞ്ഞ പടക്കായോ എന്ന് ഒരു ഡൗട്ട്. നിന്റെ ഒക്കെ കുഴപ്പം ഇതാ. എന്ത് ചെയ്താലും ഒന്നിനോടും വിശ്വാസമില്ലായ്മ. ഇടി, എന്ത് കാര്യം ചെയ്താലും ആദ്യം നമുക്കൊരു കോൺഫിഡൻസ് വരണം. പടക്കം കത്തിപ്പൊട്ടുന്നതും നമ്മുടെ കോൺഫിഡൻസും തമ്മിൽ എന്താ ബന്ധം? ഇടി, നമ്മൾ 5 സുന്ദരികൾക്ക് ഒരു കണി വെച്ചു. ആ കണി അവരുടെ സന്തോഷവും ഐശ്വര്യവും ഇല്ലാതാക്കുന്ന ഒരു കാഴ്ചയാവോന്ന് ആദ്യം നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. എങ്കിലേ ആ സംഗതി സംഭവിക്കൂ. മനസ്സിലായോ? അല്ലാതെ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവര് ദേവാലയത്തിൽ പോകുന്ന പോലെ ആവരുത്. 5 സുന്ദരികളുടെ അവസ്ഥ എന്തായി കാണുമെന്ന് അറിയില്ലല്ലോ. നമ്മള് വെച്ച കണി കണ്ട ശേഷമുള്ള അവരുടെ അവസ്ഥ നമുക്ക് നേരിട്ട് ചെന്ന് കാണണ്ടേ? അവരുടെ ദയനീയമായ അവസ്ഥ നമ്മൾ കാണും. അതിനുശേഷം നമ്മൾ പോയി ഐശ്വര്യത്തോടെ വിഷുക്കണിയും കാണും. വാ, നമുക്കിറങ്ങാം. വാ. അവളുമാരുടെ ഇന്നത്തെ വിഷുക്കണി കരി അഭിഷേകമായിരിക്കും. അവിടെ എന്താ ഒരു നിലവിളി കേട്ടത്? തലതിരിഞ്ഞ പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷുക്കണി വെച്ചോ? ഇവര് റൂമിന് മുന്നിൽ പടക്കവും പൊട്ടിച്ച് വിഷു ആഘോഷിച്ച് നിക്കാണോ? പിള്ളേരെ, നിങ്ങൾ ഇതുവരെ ഇറങ്ങാറായില്ലേ? കണി കാണാൻ വാ പിള്ളേരെ. പിള്ളേരെ, എന്റെ ഈശോയെ, ഇതെന്ത് കോലത്? നല്ലൊരു വിഷുവായിട്ട് നിന്നെയൊക്കെ ഈ കരിപുരണ്ട കോലത്തിൽ കാണാനാണല്ലോ എന്റെ ഒരു വിധി. അല്ല, ഇതെന്താ സംഭവിച്ചത്? നിങ്ങൾ പടക്കം പൊട്ടിച്ചോ? അതോ ആർക്കെങ്കിലും പണി കൊടുക്കാൻ വെച്ചിട്ട് സ്വന്തമായിട്ട് അതങ്ങോട്ട് പൊട്ടിയോ? ഞങ്ങളുടെ കണി മോശമാ. ചേട്ടത്തി പൊക്കോ, ഞങ്ങള് വന്നേക്കാം. അല്ല, ഇതിപ്പോ എന്താ ഇവിടെ സംഭവിച്ചത്?